ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചെങ്കിലും അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴത്തെ തന്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. ബിഗ് ബോസിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരമുണ്ടായത് അഭിഷേക് തന്റെ ഡ്രസ്സ് റിപ്പീറ്റായി ഇടുന്നു എന്നതായിരുന്നുവെന്നും താൻ അധികം ഡ്രസ്സും ഷൂസും ഒന്നും കൊണ്ടുപോയിരുന്നില്ല, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഓർത്താണെന്നും അതേ ഡ്രസ്സും ഷൂസും മാറി മാറി തന്നെ ഇടുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാർ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നതെന്നും അഭിഷേക് പറയുന്നു. താൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്താണ് വന്നത്, അപ്പോൾ പിന്നെ പഴയതിടുന്നതിൽ എന്താണ് തെറ്റെന്നും അഭിഷേക് ചോദിക്കുന്നു. ബിഗ് ബോസിൽ വന്നപ്പോൾ ജെൻഡർ കാർഡ് ഉപയോഗിച്ച ഒരു വ്യക്തി പിന്നീട് പാത്രം കഴുകുന്നു, വീട് വൃത്തിയാക്കുന്നു, എല്ലാവരും കരുതിയത് അവൻ നല്ലവനായി അഭിനയിക്കുകയാണ് എന്നാണ്. മാത്രമല്ല ഒരാണിങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലും സംസാരം വന്നിരുന്നുവെന്നും എന്നാൽ കാലം മാറി പെണ്ണുങ്ങൾ മാത്രം അടുക്കള ജോലി ചെയ്യുക എന്നൊന്നും തനിക്കില്ല എന്നും പറയുന്നവർ അവരുടെ ബുദ്ധിമോശം കൊണ്ട് പറയുന്നതാണെന്നും അതിൽ തനിക്കൊന്നും പറയാനില്ല, തനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇല്ലെന്നും അഭിഷേക് പറയുന്നു. മാത്രമല്ല വൈൽഡ് കാർഡായി എത്തിയപ്പോഴുള്ള തന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയെക്കുറിച്ചും അഭിഷേക് സംസാരിക്കുന്നുണ്ട്. തന്റെ നിലപാടുകൾ അതിശക്തമാണ്. ഐ ഹാവ് നോ ഫീലിംഗ്സ്, നോ അറ്റാച്ച്മെന്റ്സ്, നോ ഡ്രാമ. ഈ ഡയലോഗുകളാണ് അഭിഷേകിന്റെ വരവിൽ നൽകിയ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുള്ളത്. അഭിഷേകിന്റെ ഈ വാക്കുകൾ രണ്ടാമതൊരിക്കൽ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് കാണിച്ചപ്പോൾ സഹ മത്സരാർത്ഥികളടക്കം എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കുമെന്നാണ് താൻ കരുതിയതെന്നും പ്രോഗ്രാമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ച് ഊതാൻ പറഞ്ഞുവെന്നും അങ്ങനെ താൻ അത് ഊതി അണച്ചുവെന്നും അപ്പോൾ വിചാരിച്ചു നമ്മുടെ വില്ലനിസം കണ്ട് ആൾക്കാർ ഞെട്ടുമെന്ന്, പക്ഷെ ഞെട്ടി അത് വേറെ രീതിയിലാണെന്ന് മാത്രമെന്നാണ് പ്രൊമോ വീഡിയോയെക്കുറിച്ച് അഭിഷേക് രസകരമായി പറഞ്ഞത്. മാത്രമല്ല മാതൃദിനത്തിൽ അമ്മയ്ക്ക് എഴുതിയ കത്തിനെ കുറിച്ചും അഭിഷേക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ലെറ്റർ എഴുതണ്ട എന്ന തീരുമാനത്തിലായിരുന്നു താൻ നിന്നതെന്നും അപ്പോൾ അൻസുബയാണ് തന്നെ നിർബന്ധിച്ച് കത്ത് എഴുതിച്ചതെന്നും പിന്നീട് തന്റെ ഉള്ളിലും എഴുതാമെന്ന് തോന്നിയെന്നും അഭിഷേക് പറയുന്നുണ്ട്. കത്തെഴുതാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്ത തന്റെ ഫ്രണ്ടിനും ബിഗ് ബോസിനും ലാലേട്ടനും നന്ദി എന്ന് താൻ അതിൽ എഴുതിയെന്നും എല്ലാം കഴിഞ്ഞ് അൻസുബയോട് പോയി നന്ദി പറഞ്ഞിരുന്നുവെന്നും അഭിഷേക് പറയുന്നു. പക്ഷെ അൻസുബയ്ക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് താൻ നന്ദി പറഞ്ഞതെന്ന്. അമ്മയെ എന്തായാലും മിസ് ചെയ്യും, പക്ഷെ അതുമായിട്ട് താനിപ്പോൾ യൂസ്ഡ് ആണ്. അപ്സരയുടെ അമ്മ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ താൻ ഫ്രീസ് ആയി പോയി, അതുപോലെ തന്നെയായിരുന്നു ഓരോ അമ്മമാർ വന്നപ്പോഴെന്നും ഒക്കെ അഭിഷേക് പറയുന്നുണ്ട്. അതേസമയം ആദ്യം ഒരുപാട് എതിർപ്പുകൾ വന്ന മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ. എന്നാൽ ലെറ്റർ ടാസ്കിലൂടെ ആ ഇമേജുകളെല്ലാം മാറി പിന്നീട് വലിയ രീതിയിൽ സ്വീകാര്യത അഭിഷേകിന് ലഭിച്ചു. ഒരുപാട് അമ്മമാർ അഭിയെ സ്നേഹിക്കാൻ തുടങ്ങി. ഫാമിലി ടാസ്ക് വന്നപ്പോൾ എല്ലാ അമ്മമാരും ആദ്യം ഓടിയെത്തിയത് അഭിഷേകിനടുത്തേക്കായിരുന്നു. മാതൃദിനത്തിന് ശേഷമാണ് അഭിഷേകിന് ആരാധകർ കൂടിയതും വിമർശനങ്ങൾ ഒഴിഞ്ഞതും. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടിക്കറ്റ് ഫിനാലെ നേടിയ മത്സരാർത്ഥിയും അഭിഷേക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അഭിഷേക് ഫൈനൽ 5ലേക്ക് എത്തുകയായിരുന്നു. ഷോയിൽ 4ാം സ്ഥാനമാണ് അഭിഷേക് ശ്രീകുമാർ സ്വന്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.